ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിധി അറിയാൻ ഇനി 6 ദിവസം കൂടി. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. വിധി എഴുതുന്നത് 142 മണ്ഡലങ്ങൾ. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രത. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15-ന്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. തൊഴിലിടത്തിലെ സുരക്ഷാ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക തൊഴിൽ സുരക്ഷാ ആരോഗ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഹിമാചൽ പ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഷിംലയിലെ ലോക് ഭവനിൽ ഗവർണർ ഒരുക്കുന്ന പ്രത്യേക വിരുന്നിൽ പങ്കെടുക്കും. നാളെ അടൽ ടണൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. വാരണസിയിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിധി അറിയാൻ ഇനി 6 ദിവസം കൂടി. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജോലിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. അതോടൊപ്പം വോട്ടെണ്ണലിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ആദ്യഘട്ട പരിശീലന പരിപാടി ഇന്ന് ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. 142 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചതിനാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണമായിരിക്കും. 2ാംഘട്ട വോട്ടെടുപ്പിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ കിഴക്കൻ, മധ്യ, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ ഉപദ്വീപിലും ജൂൺ വരെ സാധാരണയിൽ കൂടുതൽ ഉഷ്ണതരംഗ ദിനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സമാന സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. മറ്റ് ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നു മുതൽ വിവിധയിടങ്ങളിൽ മഴ ശക്തമാവും. പത്തനംതിട്ടയിലും ഇടുക്കിയിലും നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട്ടെ പൊള്ളുന്ന ചൂടിൽ പക്ഷിമൃഗാദികളും വലയുകയാണ്. ഇതിനിടയിലാണ് പക്ഷികളുടെ ദാഹം തീർക്കാൻ മരങ്ങളിൽ വെള്ളം നിറച്ച മണ്ണുറികൾ തൂക്കിയ പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നത്. പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നഗരത്തിലെ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ പ്രവർത്തകരാണ് പക്ഷികളുടെ ദാഹം തീർക്കുന്നതിനായി വെള്ളം നിറച്ച 100 മണ്ണുറികൾ മരങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ്. ഇവരുടെ ഈ നടത്തവഴിയിലെ തണൽ മരങ്ങളിലാണ് വെള്ളം നിറച്ച മണ്ണുറികൾ സ്ഥാപിച്ചിരിക്കുന്നത്. വാക്കേഴ്സ് ക്ലബിന്റെ മണ്ണുറികൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് നിർവഹിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 9 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾക്കുള്ള വാർഷിക പഠന പിന്തുണ പരിപാടി പൂർത്തിയായി. മെയ് 2-ന് ക്ലാസ് പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക തൊഴിൽ സുരക്ഷാ ആരോഗ്യ ദിനം. ജോലി സംബന്ധമായ അപകടങ്ങളും രോഗങ്ങളും തടയുക, അവബോധം വളർത്തുക, അനുകൂലമായ സുരക്ഷാ സംസ്കാരം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനം ആചരിക്കുന്നത്. ജോലിസ്ഥലത്ത് അപകടങ്ങളും രോഗങ്ങളും തടയുന്നതിന് ഊന്നൽ നൽകുന്നതിനായി 2003-ലാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. മികച്ച മാനസിക, സാമൂഹിക തൊഴിൽ അന്തരീക്ഷങ്ങൾ മികവുറ്റ തൊഴിലാളികൾക്കും ശക്തമായ സംഘടനയ്ക്കും വഴിയൊരുക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവ ദിവസം ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഭക്തർക്ക് ഇടുക്കി ജില്ലാ കളക്ടറുടെ ജാഗ്രതാ നിർദ്ദേശം. സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കാൻ ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങൾ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഭക്തർ ദർശനം നേരത്തെ പൂർത്തിയാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മെയ് 1 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ജില്ലയിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രത പുലർത്താൻ ഭക്തർക്ക് നിർദ്ദേശം നൽകി. ഉത്സവ ദിവസം പുലർച്ചെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ മാത്രമായിരിക്കും പ്രവേശനം. മോട്ടോർ വാഹന വകുപ്പിന്റെ പാസുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അനുമതിയുണ്ടാകൂ. കടുത്ത ചൂട് പരിഗണിച്ച് ബാരിക്കേഡുകൾക്ക് മുകളിൽ പന്തലുകളും കുടിവെള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ ടീം, ആംബുലൻസ്, അഗ്നിശമന സേന എന്നിവരുടെ സേവനവും ക്ഷേത്ര പരിസരത്ത് ലഭ്യമാക്കും. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ KSRTC സ്വകാര്യ ബസ് സർവീസുകൾ മുടങ്ങി. മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്ക് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ഇതിന് കാരണമായത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ A. അക്ഷയ് എന്ന യുവാവ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന UDID കാർഡുകൾ കൈവശമുള്ളവർക്കാണ് റെയിൽവേ മന്ത്രാലയം ഈ മാസം 7 പുറത്തിറക്കിയ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കുക. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ A. അക്ഷയ് എന്ന ഫോട്ടോഗ്രാഫറാണ് ഭിന്നശേഷിക്കാർ ട്രെയിൻ യാത്രയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി രാജ്യസഭാ MP PT ഉഷയ്ക്ക് മെയിൽ അയച്ചത്. ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചിട്ടുള്ള കോച്ചുകളിലും സീറ്റുകളിലും മറ്റു യാത്രക്കാർ സഞ്ചരിക്കുന്നതായി കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. കരുവാരക്കുണ്ട് മുള്ളറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മുള്ളറ സ്വദേശി ജംഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം. ജനവാസ മേഖലയോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ കാട്ടാനിറങ്ങിയത് കരുവാരക്കുണ്ട് പ്രദേശത്ത് വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിലെ മുല്ലൻപൂരിൽ വൈകുന്നേരം 7:30 മത്സരം. ഇന്നലെ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 9 വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചു. യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നും ദുർബലമായ സാഹചര്യത്തിൽ നിന്നാണ് ചർച്ചകൾ നടത്താൻ അവർ ശ്രമിക്കുന്നതെന്നും അരാക്ചി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉറപ്പു നൽകി. ലിബിയയിലെ ഗഡാംസ് മേഖലയിൽ പുതിയ എണ്ണ വാതക നിക്ഷേപം കണ്ടെത്തിയതിന് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിനെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെയും അഭിനന്ദിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. 8440 അടി ആഴത്തിൽ കിണർ പൂർത്തിയാക്കിയതായും പ്രതിദിനം 13 ദശലക്ഷം ഘന അടി വാതകവും 327 ബാരൽ കണ്ടൻസേറ്റും ഉൽപ്പാദിപ്പിച്ചതായും സാമൂഹ്യമാധ്യമത്തിലൂടെ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ സൃഷ്ടിക്കുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അംഗീകാരം നൽകി. ഇതോടെ ലഡാക്കിൽ ആകെ ജില്ലകളുടെ എണ്ണം 7 നേരത്തെ ലഡാക്കിൽ ലേ, കാർഗിൽ എന്നീ 2 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ തീരുമാനം ലഡാക്ക് മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യവും അഭിലാഷങ്ങളും നിറവേറ്റുന്നുവെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അഭിപ്രായപ്പെട്ടു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് awards.gov. എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അർമേനിയയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ എഡ്വാർഡ് ആസ്ട്രിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരിശീലനം, ശേഷി വികസനം, ആധുനികവൽക്കരണം എന്നിവയുൾപ്പെടെ സൈനിക സഹകരണം വികസിപ്പിക്കുന്നതിനായുള്ള ചർച്ചകളാണ് നടന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ സൂചിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിധി അറിയാൻ ഇനി 6 ദിവസം കൂടി. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമ ബംഗാളിൽ 2ാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ. വിധി എഴുതുന്നത് 142 മണ്ഡലങ്ങൾ. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രത. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15-ന്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. തൊഴിലിടത്തിലെ സുരക്ഷാ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക തൊഴിൽ സുരക്ഷാ ആരോഗ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.